ചായ ചൂടോടെ കുടിക്കാറുണ്ടോ? അപൂർവ ക്യാൻസറിന് കാരണമായേക്കും. ചൂട് ചായ ഊതി കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ അധികവും. ചായയുടെ ചൂട് പോയാൽ അത് കുടിക്കാത്തവരും ഉണ്ട്. എന്നാൽ ഈ രീതി ക്യാൻസറിന് കാരണമായാലോ? ചൂട് കൂടുതലുള്ള പാനീയങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ അന്നനാളത്തെ ബാധിക്കുന്ന ഓസോഫജിയൽ ക്യാൻസറിന് കാരണമായേക്കുമെന്ന് ഗവേഷകർ പറയുന്നു. ഗവേഷക പഠനങ്ങളുടെ സമന്വയമായ മെറ്റ അനാലിസിസുകളുടെ ഗവേഷണത്തിലാണ് ഓസോഫോഗൽ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന ക്യാൻസറിന് ചൂട് ഒരു പ്രധാന ഘടകമാണെന്ന് കണ്ടെത്തിയത്. ചൂട് ചായ നാവിനെ പൊള്ളിക്കാറുള്ള പോലെ അന്നനാളത്തെയും പൊള്ളിക്കാറുണ്ട്. അന്നനാളത്തിൽ ആവർത്തിച്ച് ചൂടേൽക്കുന്നത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ അന്നനാളത്തിലെ ആവരണം ചൂട് ആഗിരണം ചെയ്യുന്നു. എന്നാൽ ഈ ചൂട് അമിതമായാൽ അന്നനാളത്തിൽ പോറലേൽപ്പിക്കുന്നു. ചൂട് കൂടുതലുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് തുടരുന്നത് ഈ പോറൽ ഉണങ്ങാതിരിക്കാനും വീക്കമുണ്ടാകാനും കാരണമാകും. കോശങ്ങൾ നശിക്കുന്നതിലൂടെ ഒടുവിൽ ക്യാൻസറായി പരിണമിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ഗവേഷണ വിഭാഗം 65 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പാനീയങ്ങൾ ക്യാൻസറിന് കാരണമാകാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൂടുള്ള പാനീയങ്ങൾക്ക് പുറമെ പുകവലിക്കുകയും കൊഴുപ്പ് കൂടുതലുള്ള മാംസാഹാരം കഴിക്കുന്നതും അന്നനാള ക്യാൻസർ വരാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. വേവുവോളം കാത്താൽ ആറുവോളം കാത്തൂടെ എന്ന പഴഞ്ചൊല്ല് വെറുതെയല്ല. ചൂടുള്ള ഭക്ഷണം അല്ലെങ്കിൽ പാനീയങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് 1-2 മിനിറ്റ് ആറുന്നത് വരെ കാത്തിരുന്ന ശേഷം കഴിക്കുന്നത് അന്നനാള ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കും.